കെസിയ ഹോപ്പ് സെന്ററിന്റെ ഹൗസ് ചലഞ്ച് പദ്ധതിയിലൂടെ പൂർത്തിയാക്കിയ 214ാമത്തെ വീടിന്റെ താക്കോൽദാനം കൊച്ചി ബിഷപ്പ് ഡോക്ടർ ആന്റണി കാട്ടിപ്പറമ്പിൽ നിർവഹിച്ചു. തോപ്പുംപടി സ്വദേശിനിയായ എലിസബത്ത് ടോമിക്കാണ് പുതിയ ഭവനം നിർമ്മിച്ചു നൽകിയത്. 7 വർഷം മുൻപ് സർക്കാർ സഹായത്തോടെ നിർമ്മാണം ആരംഭിച്ചെങ്കിലും കടുത്ത സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് പാതിവഴിയിൽ നിലച്ചുപോയ വീട് സിസ്റ്റർ ലിസി ചക്കാലക്കലിന്റെ നേതൃത്വത്തിൽ പൂർത്തിയാക്കുകയായിരുന്നു. കെസിയ ഹോപ്പ് സെന്ററിന്റെ നേതൃത്വത്തിൽ ഹൗസ് ചലഞ്ച് പദ്ധതിയിലൂടെ പൂർത്തിയാക്കിയ 214ാമത്തെ വീടിന്റെ ആശീർവാദ കർമ്മവും താക്കോൽദാനവുമാണ് കൊച്ചി രൂപതാ മെത്രാൻ ഡോക്ടർ ആന്റണി കാട്ടിപ്പറമ്പിൽ നിർവഹിച്ചത്. ഒരിക്കലും സഹായിക്കുന്ന കാര്യത്തിൽ പുറകോട്ട് മാറുന്ന വ്യക്തിയല്ല ജോസഫ് ഏട്ടൻ. മകളുടെ പേരിൽ കെസിയ ഹോപ്പ് എന്നുള്ള രീതിയിൽ ഒരു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അതിനോട് എത്രത്തോളം താല്പര്യമുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ്. 214ാമത്തെ വീട് വെച്ചു എന്ന് പറയുന്നത് അഹങ്കാരമല്ല. ചിലപ്പോൾ അതിൽ കൂടുതലും 10 മടങ്ങും, ചിലപ്പോൾ 2500 പേര് ചിലപ്പോൾ ലിസ്റ്റിലുണ്ടാകും. അതില് ആരാണ് യോഗ്യത ഉള്ളവര് എന്ന് കണ്ടുപിടിക്കുന്നതാണ് ഇപ്പോഴും പ്രശ്നം. തോപ്പുംപടി സ്വദേശി എലിസബത്ത് ടോമിക്കാണ് ഈ ഭവനം നിർമ്മിച്ചു നൽകിയത്. 7 വർഷം മുൻപ് സർക്കാരിൽ നിന്നും ധനസഹായത്തോടെ നിർമ്മാണം ആരംഭിച്ചുവെങ്കിലും സാമ്പത്തിക ബാധ്യത കൊണ്ട് ഇടയ്ക്ക് പണി നിർത്തി വെക്കേണ്ടി വന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് സിസ്റ്റർ ലിസി ചക്കാലക്കലിന്റെ നേതൃത്വത്തിൽ ഭവനത്തിന്റെ തുടർ നിർമ്മാണം ആരംഭിച്ചത്. ഈ അമ്മച്ചി വിളിച്ചപേക്ഷിച്ചിട്ട് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു സമ്മാനമാണ് കാരുണ്യ കൊട്ടാരമായിട്ട് ഇതിവിടെ രൂപപ്പെട്ടു വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ബ്രൈറ്റനും നേഹ ഞങ്ങളുടെ സ്റ്റുഡൻ്റ് ആണ്. അതുപോലെ ആശ. ഈ കുടുംബം ഒരിക്കലും ഇത് സാധിക്കില്ല എന്ന് വിചാരിച്ച് ഇട്ട് കളഞ്ഞ ഒരു സംഭവമാണ്. പക്ഷെ ദൈവം ഇടപെട്ട് നിങ്ങളിലൂടെ ഇത് സാധിച്ചു. നോവൽറ്റി ഗ്രൂപ്പ് ചെയർമാൻ EP ജോർജും കുടുംബവുമാണ് ഈ ഭവനം നിർമ്മിക്കുന്നതിനാവശ്യമായ നിർമ്മാണ സാമഗ്രികൾ സംഭാവന ചെയ്തത്. ചടങ്ങിൽ സിസ്റ്റർ ലിസി ചക്കാലക്കൽ അധ്യക്ഷത വഹിച്ചു. കെസിയ ജോസഫ് തെരുവിപ്പറമ്പിൽ, പോൾ ജോർജ്, കാവ്യ പോൾ, ഫാദർ എബിൻ സെബാസ്റ്റ്യൻ, കൗൺസിലർ ജോസഫ് സുമിത്, ഹൗസ് ചലഞ്ച് കോർഡിനേറ്റർ ലില്ലി പോൾ, സിസ്റ്റർ മേരി സക്രിയ, സിസ്റ്റർ സുനിത, TM റിഫാസ് എന്നിവർ സംസാരിച്ചു. വലിയൊരു സാമ്പത്തികമായ കടക്കിണിയിൽപ്പെട്ട് വീടും സ്ഥലവും ജപ്തി ചെയ്യുന്ന ഒരു അവസ്ഥ എത്തിയപ്പോഴാണ് ഈ കുടുംബത്തിന്റെ കുടുംബനാഥൻ സിസ്റ്റർ ലിസിയുടെ അടുത്തേക്ക്, നമ്മുടെ പാലാരിവട്ടത്തുള്ള കെസിയ ഹോപ്പ് സെന്ററിലേക്ക് ഓടിയെത്തിയത്. സിസ്റ്റർ കാര്യങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ സിസ്റ്റർക്ക് മനസ്സിലായി, ഈ വീണുപോയ പാതിവേ തളർന്നുപോയ ഈ കുടുംബത്തിന് ഒരു കൈത്താങ്ങ് നൽകി അവരെ കൈപിടിച്ചുയർത്തേണ്ടത് തന്റെ ധാർമ്മികമായ ഒരു ഉത്തരവാദിത്തമാണെന്ന്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പള്ളൂരുത്തി ഷോറൂമിന്റെ ഇനാഗുറൽ ഓഫറായിട്ട് ജനുവരി 11 മുതൽ ഫെബ്രുവരി 11 വരെ ഗോൾഡ് പർച്ചേസ് ചെയ്യുന്നതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന 11 ഭാഗ്യശാലികൾക്ക് സമ്മാനമായി ഗോൾഡ് കോയിൻ ലഭിക്കുന്നതാണ്. ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയുടെ ഒരുപാട് കളക്ഷൻ നമ്മുടെ സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ അവൈലബിൾ ആണ്.